ഹായ് ഓൾ. അപ്പം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കാൽപാദങ്ങളിൽ അല്ലെങ്കിൽ ആങ്കിൾ ജോയിൻറ്റിൽ ഉള്ള നീരിനെ പറ്റിയാണ്. അപ്പം ആങ്കിൾ ജോയിൻറ്റിലെ നീരെന്ന് പറയുമ്പം ഇപ്പോൾ ഒരുപാട് പേരിൽ കാണാൻ പറ്റും അല്ലേ? ശരിക്കും പറഞ്ഞാൽ എന്താവും ഇതിന് കാരണം? ഇപ്പോൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ നിന്നുകൊണ്ട് ജോലി ചെയ്യുന്നവരുണ്ടാവും. ഇപ്പം നമ്മുടെ അമ്മമാർ, അമ്മൂമ്മമാർ അവരൊക്കെ. പിന്നെ പ്രായമായവരിൽ കാണാൻ പറ്റും. പിന്നെ നമ്മൾ ഇരുന്നിട്ട് ജോലി ചെയ്യുന്നവരിലും ഉണ്ട്. അതുപോലെ തന്നെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ആയാലും നിന്ന് ജോലി ചെയ്യുന്നവർ, അതുപോലെ തന്നെ ആയാലും ഇരുന്ന് ജോലി ചെയ്യുന്നവർ, ഇവരിലൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പം എന്താണ് ഈ നീര് നമ്മൾ പ്രശ്നമാക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷൻ. ഇനി അത് മാത്രമല്ല, നമ്മൾക്ക് ഈ ഒരു നീര് നമുക്ക് കുറയ്ക്കാൻ വേണ്ടി പറ്റും, ഈ ഒരു നീര് എപ്പോഴാണ് അപകടകാരിയായിട്ട് മാറുന്നത്, ഇതിനുള്ള പ്രതിവിധികൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ, ദയവേത് സ്കിപ്പ് ചെയ്യരുത്, ഫുൾ കാണുക. ഓക്കെ. അപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിതിന് പറയുന്നത് നമ്മളൊരു ഓർത്തോസ്റ്റാറ്റിക് പോസ്ചർ കൊണ്ടുണ്ടാകുന്ന ഒരു നീരാണ്. അപ്പം നമ്മുടെ ശരീരത്തിൽ ഒഴുകുന്നത് എന്തൊക്കെയാണ്? ബ്ലഡ് എല്ലാവർക്കും അറിയാമല്ലേ ഒഴുകുന്ന. വേറെ ഒന്ന് ഒഴുകുന്നതാണ് ലിംഫ്. പക്ഷേ ലിംഫിൻ്റെ സർക്കുലേഷൻ എങ്ങനെയാണെന്നറിയാമോ? താഴേന്ന് മുകളിലോട്ടാണ്. മുകളിൽ നിന്ന് താഴോട്ടല്ല, താഴേന്ന് മുകളിലോട്ടാണ്. അപ്പോൾ ഈ താഴേന്ന് മുകളിലോട്ടുള്ള ഈ ഒരു സർക്കുലേഷൻ നമ്മൾ ഈ കുറേ കാലമായിട്ട് നിന്ന് ജോലി ചെയ്യുന്നവർക്ക് അത് ശരിയായ രീതിയിൽ നടക്കത്തില്ല. അപ്പോൾ അവിടെയൊക്കെ വാൽവുകളുണ്ട് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഈ വാൽവൊക്കെ ബ്ലോക്ക് ആവുക എന്ന് മാത്രമല്ല, ഈ വാൽവിന് നേരായ രീതിയിൽ അത് പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ എന്താ പറ്റുകയെന്നറിയോ? ഇപ്പോൾ നമ്മൾ ചിലരുടെ കാലുകൾ കാണല്ലേ, അപ്പോൾ നമ്മൾ ചോദിക്കും ഇതെന്താ ഇവിടെ വേറെ കളറ്, ഇവിടെ വേറെ കളറ്. അവിടെ വേറെ കളർ വരാനുള്ള കാര്യം എന്താണെന്നറിയോ? ശരിയായ രീതിയിലുള്ള ബ്ലഡ് സർക്കുലേഷൻ അവിടെ നടക്കുന്നില്ല, അതവിടെ കെട്ടിക്കിടക്കുന്നുണ്ട്. ബ്ലഡ് മാത്രമല്ല, അവിടെ ലിംഫും കെട്ടിക്കിടക്കുന്നുണ്ട്. അപ്പം അങ്ങനെ വരുന്നവർക്കാണ് മിക്കവാറും ഈ വെരിക്കോസ് വെയിൻ, വെരിക്കോസ് അൾസർ, DVT അങ്ങനത്തെ ഇതൊക്കെ പറയുന്നത്. അപ്പോൾ ഇവരൊക്കെ പറയുന്ന ഒരു ലക്ഷണം എന്താണെന്നറിയോ? വൈകിട്ടാവുമ്പം സഹിക്കാൻ വയ്യാത്ത കാലുവേദനയാണെന്ന് പറയും. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് കുറച്ച് കാര്യങ്ങൾ. ഇനി നമ്മൾക്ക് കാൽപാദം ഒന്ന് ഉളുക്കുകയാണ് എങ്കിൽ, ഇപ്പോൾ സ്ട്രെയിൻ ഒക്കെ വരികയാണ്, ലിഗമെൻ്റ് ഇഞ്ചറി ഒക്കെ വരികയാണ് അല്ലേ? അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കങ്ങനെ നീര് കെട്ടാറുണ്ട്. അപ്പോൾ നീര് കെട്ടുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ഏതെങ്കിലും ഒരു വൈദ്യനടുത്ത് പോയി അല്ലെങ്കിൽ ഡോക്ടറെ അടുത്ത് പോയി നമ്മൾ മുറിവെണ്ണയൊക്കെ ഇട്ട് നമ്മൾ തേച്ചിട്ട് പിന്നെ നമ്മളൊരു ബാൻഡേജ് ചുറ്റും. ക്രേപ്പ് ബാൻഡേജ് അങ്ങനെ ആവാം. ഇനി പ്രായമായവരാണെങ്കിൽ അവർ ട്യൂബ്യുലർ ബാൻഡേജൊക്കെ അവർ കെട്ടിവെക്കാറുണ്ട് അല്ലേ, നീര് വേദനയൊക്കെ കുറയാനായിട്ട്. ഇനി വേറൊരു കണ്ടീഷനിൽ എങ്ങനെയാണ് നമുക്ക് ഈ നീര് വരിക? പ്രഗ്നൻസി സമയത്ത്. ഓക്കെ. പ്രഗ്നൻസി സമയത്തെന്ന് പറയുമ്പം ചിലർക്ക് ഹൈ BP ഉള്ളവരായിരിക്കും. അപ്പോൾ ഈ ഹൈ BP ഉണ്ടെങ്കിൽ ഈ രണ്ട് കാൽപാദം കയറി ഭയങ്കരമായിട്ട് നീരടിക്കും. അപ്പോൾ ഇങ്ങനെയുള്ളവർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എരിവ്, പുളി, ഉപ്പ് ഭക്ഷണത്തിൽ ചെറുതായിട്ടൊന്ന് കുറയ്ക്കുക. ഓക്കെ. പിന്നെ മുരിങ്ങയില ഉപ്പൂടെ അരച്ചിട്ട് നമ്മൾ പുറമേ പുരട്ടുന്നത് നല്ലതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചൊന്ന് കുറയും. ഇനി ഇത് മാത്രമല്ല, വേറെ ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട് കേട്ടോ. അതായത് ഇപ്പം നമ്മളുടെ ഒരു ഫൈലേറിയാസിസ് പോലത്തെ കണ്ടീഷനല്ലേ, അതായത് കാലിൽ നമ്മുടെ മന്തെന്ന് പറയുമ്പോൾ നമ്മുടെ ഫുള്ള് കാലിലാണല്ലോ നീരുണ്ടാവുക. ഓക്കെ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചികിത്സകളൊക്കെ നിങ്ങൾ തേടേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഈ ബ്രസ്റ്റ് സർജറി, ബ്രസ്റ്റ് ക്യാൻസർ, ഇപ്പോൾ ബ്രസ്റ്റ് റിമൂവലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. ഇനി ഇത് മാത്രമല്ല, ഇപ്പം നമുക്ക് തൈറോയിഡ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. തൈറോയിഡ് ഉണ്ടെങ്കിൽ നമ്മുടെ ഫുൾ ബോഡി സ്വെല്ലിങ്, അതിൻ്റെ കൂടെ കാലുടെ നീര്, അങ്ങനെ പലരും പറയാറുണ്ട്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പലതിനും മരുന്നെടുക്കുന്നവരാണല്ലേ. നമുക്കറിയാം ചെറുപ്പത്തിൽ തന്നെ നമുക്ക് പ്രമേഹം, ജീവിതശൈലി രോഗങ്ങൾ നമ്മുടെ കൂടെ തന്നെയുണ്ട് പലരിലും. അപ്പോൾ ഈ ജീവിതശൈലി രോഗങ്ങൾക്ക് നമ്മൾ കുറേ കാലമായിട്ട് നമ്മൾ അലോപ്പതി മരുന്നുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ, അതായത് ഡയബറ്റിസ്, BP, ഇനി അല്ലെങ്കിൽ നമുക്ക് വേറെ പല കാര്യങ്ങൾ, ഇപ്പോൾ NSAID-യോ അല്ലെങ്കിൽ നമ്മളുടെ ഈ സ്റ്റീറോയിഡോ ഇതൊക്കെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ, ഇനി ബ്ലഡിൻ്റെ ക്ലോട്ടിങ് മെക്കാനിസം പ്രശ്നമുള്ളവരുണ്ട്. അപ്പോൾ അവരും കുറേ മരുന്നുകളൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ ഇവർക്കും ഈ കാൽപാദത്തിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് നീരുണ്ടാവും. ഇനി ഇത് മാത്രമല്ല, ഹാർട്ടിന് എന്തെങ്കിലും പ്രശ്നമുള്ളവരാണെങ്കിൽ, ലിവറിന് എന്തെങ്കിലും പ്രശ്നമുള്ളവരാണെങ്കിൽ, കിഡ്നിയിൽ എന്തെങ്കിലും പ്രശ്നമുള്ളവരാണെങ്കിലും, ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് നമുക്ക് കാലിൽ നീര് വരും. ഒരു 1-2 റീസൺ മാത്രമല്ല ശരിക്കും നമുക്ക് നീര് വരാമെന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ആയുർവേദ വിധി പ്രകാരം നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? എപ്പോഴും പറയുന്നത് വളരെ കുഞ്ഞു വീഡിയോ ആണ്, ദയവേത് സ്കിപ്പ് ചെയ്യരുത്, ഫുൾ കാണുക, നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ നീരിൻ്റെ കൂടെ ഒരു ചുവപ്പ്, വേദന, സഹിക്കാൻ വയ്യാത്ത ഒരു അവസ്ഥയാണ് എങ്കിൽ, പിന്നെ എന്തുകൊണ്ട് ബാക്ടീരിയൽ ഇൻഫെക്ഷനും ഉണ്ടെങ്കിൽ വേഗം നിങ്ങൾ ഡോക്ടറെ അടുത്തേക്ക് വിടണം. കാര്യം ഇത് സെല്ലൈറ്റിസിൻ്റെ ആരംഭമാണ്. അപ്പോൾ ഒരുപാട് പേർക്ക് ഉണ്ട് കേട്ടോ.
അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ ആഹാരത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം, എപ്പോഴും പറയുന്നത് പോലെ. അപ്പം നമ്മൾ അതിനകത്ത് ഇഞ്ചി, വെളുത്തുള്ളി അതൊക്കെ നമ്മൾ ധാരാളം ചേർത്തിട്ടുള്ള ആഹാരം കഴിക്കുക. ഇനി പുളി, ഉപ്പ്, എരിവ് ഒരു പരിധി കൂടുതൽ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിനകത്തത് വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കും. വാട്ടർ റിട്ടൻഷൻ എന്ന് പറയും. വാട്ടർ റിട്ടൻഷൻ ഉള്ളവർ പറയുന്ന ഒരു ലക്ഷണം എന്താണെന്നറിയോ? പച്ചവെള്ളം കുടിച്ചാൽ ഞാൻ വണ്ണം വെക്കും എന്ന് പറയും. ഓക്കെ, അതായത് ബോഡിയിൽ വാട്ടർ റിട്ടൻഷൻ ഉള്ളവരാണ് അങ്ങനത്തെ ഒരു കാര്യം പറയുന്നത്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ധാന്വന്തരം തൈലം, മുറിവെണ്ണ, അതെന്തെങ്കിലുമൊക്കെ ഇൻഫെക്ഷൻ ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം, പനിയില്ലാന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം അത് നമ്മൾ കാലിൽ താഴേന്ന് മുകളിലോട്ട് നമ്മൾ മസാജ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ മസാജ് ചെയ്യുന്നതൊക്കെ നമ്മുടെ ഒരു ബ്ലഡ് സർക്കുലേഷൻ, ലിംഫ് സർക്കുലേഷൻ ഒക്കെ ഒരു പരിധി വരെ കൂട്ടാൻ സഹായിക്കും. കാല് പൊക്കി വെച്ച് കിടക്കുക, അതായത് നമ്മൾ കിടക്കുന്നതിൻ്റെ നമ്മുടെ ഓപ്പോസിറ്റ് നമ്മൾ കാല് വെക്കുന്നതിൻ്റെ തൊട്ട് താഴെ ഒരു തലയണ വെച്ചിട്ട് ആ തലയണ മുകളിൽ നമ്മൾ കാല് വെച്ചിട്ട് നമ്മൾ ഇരിക്കുന്നതായിരിക്കും ബെറ്റർ. ഇനി നമ്മൾ ഇരുന്നുകൊണ്ട് ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഓപ്പോസിറ്റ് ഒരു സ്റ്റൂളിട്ട് കാല് പൊക്കി വെച്ചാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ നമുക്ക് ജോലി ചെയ്യാമല്ലോ, അല്ലേ? എല്ലാം നിന്നുകൊണ്ട് തന്നെ ചെയ്യണം എന്നൊന്നും ഇല്ലല്ലോ. ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക. ഇനി ആയുർവേദത്തിൽ നമ്മൾ തഴുതാമ തിളപ്പിച്ച് വെള്ളം കുടിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അവസ്ഥ നോക്കിയിട്ടാണ് അങ്ങനെ പറയുന്നത്. അത് മാത്രമല്ല നമ്മൾ ത്രിബല കഴിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ ആയുർവേദത്തിൽ അത് സംഭവിക്കുന്നതിന് മെയിൻ കാരണം പറയുന്നതെന്ന് വെച്ചാൽ, ഒന്ന് നമ്മുടെ ഒരു നല്ല രീതിയിലല്ല ദഹനം നടക്കുന്നത്. മന്ദാഗ്നി എന്ന് പറയും ദഹനം നല്ല രീതിയിൽ നടന്നില്ലെങ്കിൽ. അപ്പോൾ ദഹനം നല്ല രീതിയിൽ നടന്നില്ലെങ്കിൽ എന്താണ്, ഈ വേസ്റ്റസും നമ്മുടെ ശരീരത്തിൽ ഈ വെള്ളവും ഒക്കെ കൂടി ചേർന്നിട്ട് നമ്മുടെ ലിംഫിൻ്റെ സർക്കുലേഷനെ അത് ബ്ലോക്ക് ആക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ദഹന വ്യവസ്ഥ എപ്പോഴും ശരിയാക്കണമെന്ന് ആയുർവേദം മുൻതൂക്കം കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് റെഡിയാക്കി കഴിഞ്ഞിട്ട് പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മരുന്നുകൾ, അതാണ് നമ്മുടെ ഈ പുനർനവാസവും അല്ലെങ്കിൽ ത്രിബല ചൂർണം അല്ലെങ്കിൽ തഴുതാമ തിളപ്പിച്ച വെള്ളം ഇങ്ങനത്തെയൊക്കെ കഴിക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ല രീതിയിൽ ആശ്വാസം വരും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ വ്യായാമം ചെയ്യാം. പലർക്കും വ്യായാമം ചെയ്യാൻ മടിയാണ്, പക്ഷെ വ്യായാമം ചെയ്യൂ. വ്യായാമം ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് പല സർക്കുലേഷൻസും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുക. അപ്പം ഞാൻ പറഞ്ഞ പോലെ വളരെ കുഞ്ഞു വീഡിയോ ആണ്, വളരെ ഷോർട്ട് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. താങ്ക് യു ഡിയേഴ്സ്, താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ.